നമ്മുടെ വീട്ടിൽ സ്ട്രോബെറി മോഷ്ടിച്ചതിന് ഈ കുണിക്ക് നല്ല ശിക്ഷ കൊടുക്കണം മമ്മി. മാഡം പ്ലീസ് ഈ ഒരു തവണത്തേക്ക് ക്ഷമിക്കേ, അവള് പോയിക്കോട്ടെ. നീ മിണ്ടരുത് ചാരു, അവള് പൊക്കോട്ടെ എന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയുന്ന പണിഷ്മെന്റ് ചെയ്തില്ലെങ്കിൽ ഇവളെ വീട്ടിലേക്ക് വിടില്ല, പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും വിടുന്നത്. ദൈവമേ പാവം എന്റെ കുണക്ക്, ഇനിവ നമ്മൾ എന്താ ചെയ്യാ? ശരി ശരി, നീ വീടിന്റെ പുറകുവശത്തേക്ക് വാ, നിനക്കുള്ള പണി ഞങ്ങൾ അവിടെ ഒരുക്കി തരാം. അവളെ പുറകുവശത്തോട്ട് കൊണ്ടുപോയല്ലോ ചേച്ചി. നമുക്ക് പോയി അവരോട് വഴക്കിട്ട് അവളെ കൂട്ടിക്കൊണ്ടു വന്നാലോ? അത് മണ്ടത്തരാ ചേച്ചി, അപ്പൊ നമ്മളെ എല്ലാരെയും പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. കുണിക്കാവുമ്പോ കുഞ്ഞല്ലേ, അവര് വെറുതെ വിടുമായിരിക്കും. നമുക്ക് നോക്കാം. എടി തീയക്കുട്ടി, നിനക്കിട്ട് ഞാൻ പണി തരാടി. എടി ചാരു, ഇത്രയും പാത്രം നീ കുണിക്കിനെ കൊണ്ട് കഴിയിക്കണം, അതാണ് ഇവക്കുള്ള ശിക്ഷ. നീ ഇവളെ സഹായിക്കരുത്. അയ്യോ, ഇത് ഒത്തിരി ഉണ്ടല്ലോ, ഞാനിത് കഴുകാൻ വേണ്ടി ഇപ്പൊ സിങ്കിലെടുത്ത് ഇട്ടതാ. ഇത് എങ്ങനെയാ ഇവളെ കൊണ്ട് ചെയ്യിക്കുക? സ്ട്രോബെറി പറിക്കാനായിട്ട് ഇവക്ക് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ, പാത്രം കഴുകാനാണോ പാട്? മമ്മി ഒരിളവും കൊടുക്കരുത്. അത് തന്നെ, മരത്തിൽ കയറി സ്ട്രോബെറി പറിക്കുന്നതിൻ്റെ അത്രയും ബുദ്ധിമുട്ടൊന്നും ഈ പാത്രം കഴുകാനില്ല. മര്യാദക്ക് തേച്ച് കഴിച്ച് വെച്ചോളണം. നിന്റെ കൈ ഒരു തരി പോലും നനയാൻ പാടില്ല ചാരു. ഞങ്ങൾ വന്ന് നോക്കും. ഇവിടെ തന്നെയായിരിക്കണം പാത്രം കഴുകേണ്ടത്. എൻ്റെ പൊന്നു കുണിക്ക്, ഞാൻ പറഞ്ഞല്ലേ ഇവിടുത്തെ മാഡമൊക്കെ ഭയങ്കര സാധനമാണ്, എന്നെ കൂടി വരണ്ടാന്ന്. എനിക്കിപ്പോൾ സങ്കടാവുക. അവർ ചിലപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് എവിടെയെങ്കിലും നിന്ന് സങ്കടപ്പെടുന്നുണ്ടാവും. അവർ നിന്റെ അടുത്തേക്ക് വന്നാൽ എങ്ങനെ പോലീസിൽ ഏൽപ്പിക്കുമെന്ന് പേടിച്ചിട്ടായിരിക്കും. ഇവരതും ചെയ്യാൻ മടിക്കില്ല കുണിക്ക്. കുണിക്ക് നീതു, നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞതല്ലേ ആ മാഡമൊക്കെ ഭയങ്കര ദുഷ്ടത്തരാ. ഇനി എങ്ങനെയാ കുണിക്ക് ഒന്ന് രക്ഷിക്കാം? ഞാൻ ആദ്യം സ്ട്രോബെറി പറിക്കാൻ പോയ പാവം എന്റെ കുണിക്ക്, ഇവളെ രക്ഷിക്കാൻ വന്നതാ ഞാൻ. നീതുമോളെ, നിനക്കറിയാലോ മാഡത്തിന്റെ സ്വഭാവം. ഇവളെ ഈ പണി ചെയ്യിക്കാതെ ഇവിടെ നിന്ന് കൊണ്ടുപോയാ സ്ട്രോബെറി കട്ടുമെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കും. ഇനിയിപ്പോ എന്താ ചെയ്യ ചാരു? എനിക്കറിയില്ല നീതുമോളെ. കുണിക്ക് കഴുകണ്ട, ഈ പാത്രമെല്ലാം ഞാൻ വേഗം കഴുകി വൃത്തിയാക്കാം. എന്നിട്ട് ഞാൻ കുണിക്കിനെയും കൊണ്ട് പോകാം. അവർ പറഞ്ഞ പണിഷ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞെന്നല്ലേ പറഞ്ഞത്? എന്നാ അങ്ങനെ ചെയ്യാം. എന്നിട്ട് നീ വേഗം കുണിക്കിനെയും കൊണ്ട് ഇവിടെ നിന്ന് പോയിക്കോ. അവളിപ്പോ വരും കുണുക്ക, നീ ഇവിടെ അടങ്ങി നിക്ക്. അതൊന്നും ചോദിച്ചോളെ വിഷമിപ്പിക്കണ്ടോ. കുണിക്കുമോളെ, നമുക്ക് വേഗം വീട്ടിൽ പോകാം. ഞാൻ ചെന്ന് നോക്കുമ്പോ കുറെ പാത്രമായിട്ട് ഇരിക്കും അവര്. കുണിക്കുമോളെ കൊണ്ട് കഴുകിക്കാൻ. ചാരുവിന്റെ കൈ പോലെ നനയരുതെന്ന് പറഞ്ഞു, എല്ലാം കുണിക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ വേഗം ആ പാത്രമെല്ലാം കഴുകിയിട്ട് അവര് വരണേ മുമ്പ് കുണിക്കിനെയും കൊണ്ട് ഇങ്ങോട്ട് ഓടിയതാ. അവര് വന്നിനി പ്രശ്നമൊക്കോ? അവര് കൊടുത്ത പണിഷ്മെന്റ് ചെയ്തില്ലേ, പിന്നെ എന്താ പ്രശ്നം? നമുക്ക് വേഗം വീട്ടിലേക്ക് പോവാം. അമ്മ ചോദിക്കൂലേ നമ്മൾ എന്താ വൈകിയെന്ന്? ഞാൻ പറഞ്ഞോട് കൊച്ചിനോട്, അല്ലെങ്കിൽ തീയക്കുട്ടീനെ ഇടിച്ച് തെറിപ്പിക്കുക, പോലീസ് സ്റ്റേഷനിലെ കേസ് കൊടുത്തിട്ട് തീയക്കുട്ടീനെ മമ്മീനെയൊക്കെ പുറത്താക്കണം. അത് വേണ്ട കുണുക്ക, നമ്മൾ സ്ട്രോബെറി മോഷ്ടിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് അറിഞ്ഞാൽ അച്ഛനും അമ്മയും നമ്മളെ കൂടുതൽ വഴക്ക് പറയും. എന്നാലും സാരമില്ല, നമുക്ക് അമ്മേനോടെങ്കിലും പറയാം. ഇപ്പൊ പറയണ്ട, വീട്ടിൽ ചെന്ന് നമുക്ക് ആലോചിച്ചിട്ട് തീരുമാനിക്കാം എന്ത് വേണമെന്ന്. അതെന്തെങ്കിലും പറയാം, നമുക്ക് വേഗം വീട്ടിൽ പോവാം. ഇല്ല ചേച്ചി, ഇവക്കിട്ടൊരു പണി കൊടുക്കാതെ വീട്ടിലേക്ക് വരാൻ എനിക്ക് തോന്നുന്നില്ല. എനിക്കും അതേടി, ദേഷ്യം കയറി നിൽക്കുവാ ഞാൻ. ഞാനൊരു ഐഡിയ പറയട്ടെ, നമുക്ക് അപ്പുമാമനോട് പറയാം. അത് നല്ല ഐഡിയ. അപ്പുമാമനാകുമ്പോ അച്ഛനോട് അമ്മനോട് പറയത്തുമില്ല, ഇവർക്കിട്ട് നല്ല പണി കൊടുത്തോളൂ. എന്നാൽ നമുക്ക് വേഗം വീട്ടിൽ പോകാം. എന്നിട്ട് അമ്മയുടെ ഫോൺ എടുത്ത് അമ്മ അറിയാതെ അപ്പുമാമനെ വിളിക്കണം. അപ്പുമാമ മാത്രമേ നമ്മളെ ഹെൽപ്പ് ചെയ്യൂ. ചേച്ചി, അപ്പുമാമൻ ഇതുവരെ കാണുന്നില്ലല്ലോ. അപ്പുമാമൻ ഇപ്പൊ തന്നെ വരുവടി. എനിക്കാണെങ്കിൽ ആ തീയക്കുട്ടിക്കൊരു പണി കൊടുക്കാതെ ഇന്ന് രാത്രി ഉറക്കം വരില്ല. അതെ, അപ്പുമാമൻ എന്തെങ്കിലും തീരുമാനിച്ച് ചെയ്യട്ടെ. നാളെ അവള് സ്കൂളിൽ വരുമല്ലോ, സ്കൂളിൽ വെച്ച് നേരിട്ട് ഞാനും കൊടുത്തോളാം അവക്കിട്ട്. അത് ശരിയാ, സ്കൂളിൽ അവളുടെ മമ്മി ഉണ്ടാവില്ലല്ലോ, അവള് വരട്ടെ നാളെ. നീതു, നിത്യേ, എന്താ അമ്മേ? എത്ര നേരമായി ഞാൻ ചായ എടുത്ത് വെച്ചേക്കുന്നു. അല്ലെങ്കിൽ ട്യൂഷൻ കഴിഞ്ഞ് വന്ന എന്തൊരു വിശപ്പാ എല്ലാവർക്കും. നിങ്ങൾ എന്താ വരാത്തെ? ഞങ്ങൾ വരാൻ തുടങ്ങുമായിരുന്നമ്മേ. എന്താണ്, നിങ്ങൾ ട്യൂഷന് പോയിട്ട് ഒരുപാട് വൈകിയാ വന്നത്? ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. ഇപ്പൊ നിങ്ങൾ മാറിയിരുന്ന് എന്തൊക്കെയോ തീരുമാനിക്കുന്നുണ്ട്. എന്താണ്, പുതിയ വല്ല പണിയാണോ? അയ്യോ അമ്മ, ഒന്നുമില്ല, ഞങ്ങളിതേ ചായ കുടിക്കാൻ വരുവാ. ഹായ് അപ്പുമാമൻ. അപ്പുമാമ, എടാ അപ്പു, നീ എന്താ ഈ നേരത്ത് അതും പറയാതെ? ഗീതച്ചി, ഞാൻ ടൗൺ വരെ പോയതാ, കുട്ടികളെ ഒന്ന് കാണാലോ എന്ന് കരുതി. എന്നാ ഞാൻ നിനക്കും കൂടി ചായ എടുക്കട്ടെ? നിങ്ങൾ 3 പേരും വാ. മക്കളെ, നിങ്ങൾ ഫോണിൽ കൂടി പറയണ കേട്ടിട്ട് എനിക്ക് സങ്കടം വന്നിട്ട് വയ്യായിരുന്നു. ആ തീയക്കുട്ടിയുടെ അമ്മ ഈ ഇത്തിരിക്കില്ലാത്ത കുണുക്കീനെ കൊണ്ട് എന്തെങ്കിലും ഒരു പണി കൊടുക്കണം. ഞങ്ങൾ ഒത്തിരി സങ്കടപ്പെട്ടു, പാവം കുണുക്കി. എന്നിട്ട് കുണുക്കിയും കുണുക്കനും എവിടെ? അവര് അമ്മേനോട് പറഞ്ഞു കൊടുക്കുമെന്ന് പേടിച്ചിട്ട് ഞങ്ങൾ ടിവിയിൽ കാർട്ടൂണൊക്കെ വെച്ച് ഇരുത്തേക്കുവാ. സംസാരിച്ചു കഴിഞ്ഞാൽ അറിയാതെ പറഞ്ഞാലോ? നിങ്ങൾ അവരെ രണ്ടുപേരെയും വിളിക്കുക. നിങ്ങൾ വാ, ഇപ്പൊ തന്നെ നമുക്ക് പോയി ചോദിക്കാം. അയ്യോ, നേരിട്ട് ചോദിച്ചാൽ അവര് പോലീസിനെ വിളിക്കും.
ഞാനല്ലേ പറയണേ നീതു മോളെ, അങ്ങനെയൊന്നും ഇല്ല. നീ കുണുക്കിനെയും കുണുക്കനെയും വിളിക്കേ, നമുക്ക് ഇപ്പൊ തന്നെ അവർക്കൊരു പണി കൊടുക്കാം. എടെ കുട്ടികളെ കൊണ്ട് ഈ സമയത്ത് എങ്ങോട്ടാ? അവർക്ക് പഠിക്കാനുണ്ട്. പഠിച്ചോട്ടെ, ഒരു അരമണിക്കൂർ ഞങ്ങൾ ഇപ്പൊ വരാം. എന്തോ പണി ഒപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇവനെ വിളിച്ച് വരത്തില്ല. എന്താണാവോ? എന്തോരം സ്ട്രോബെറിയാ! ഇതിന്ന് 2 പറിച്ചതിനാണോ ഈ കുണിക്കുമോളെ ഇത്രയും അവർ ഉപദ്രവിച്ചത്? അതേ മാമ, കണ്ണിച്ചോരയില്ലാത്ത വർഗ്ഗങ്ങള്. ഇതിനൊരൊറ്റ സ്ട്രോബെറി ബാക്കി വെക്കാതെ നിങ്ങൾ എല്ലാരും കൂടി പറിച്ചോളണം, കേട്ടല്ലോ? അയ്യോ, അവര് കണ്ട പ്രശ്നമില്ലേ? ഇനിയും അവര് വരും പണിഷ്മെന്റ് ആയിട്ട്. അതിനവർ കാണുന്നില്ലല്ലോ. സന്ധ്യയാകാറായില്ലേ? അവര് കാണാതെ നമുക്കിത് മുഴുവൻ പറിക്കണം. ഒരൊറ്റ എണ്ണം ബാക്കി വെച്ചേക്കരുത്. തുടങ്ങിക്കോ. സ്ട്രോബെറി എവിടെ?